നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ് ചേഞ്ച്, DVLAയുടെ പുതിയ ഡിജിറ്റൽ സൗകര്യം ശ്രദ്ധയിൽ. ഷെഫ് ജോമോന്റെ ആറ്റിറ്റ്യൂഡ്. UK മലയാളികളുടെ ജീവിതയാത്ര പറയുന്ന ആത്മകഥ ജനശ്രദ്ധ നേടുന്നു. ഓഗസ്റ്റ് 12 UK-യിൽ അപൂർവമായ ആകാശ കാഴ്ച. പക്ഷേ സൂര്യനെ നേരിട്ട് നോക്കരുതെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. വിലക്കയറ്റവും കുടുംബച്ചെലവും പുതിയ സർക്കാരിന് വലിയ സമ്മർദ്ദം. ആന്റി വെനം സർക്കാരിന്റെ അടുത്ത നീക്കങ്ങൾ ശ്രദ്ധയിൽ. DVLA മുന്നറിയിപ്പ്. ലൈസൻസ് മാത്രമല്ല V5Cയുടെയും അഡ്രസ് അപ്ഡേറ്റ് ചെയ്യണം. അഡ്രസ് മാറാതെ വെച്ചാൽ 1000 പൗണ്ട് വരെ പിഴ. UK-യിലെ പുതിയ സർക്കാർ ഇമിഗ്രേഷൻ, എക്കണോമി, പബ്ലിക് സർവീസ് എന്നിവയിൽ തുടർ നീക്കങ്ങൾ തുടരുന്നു. കേരളത്തിൽ കാലാവസ്ഥയും മഴയും ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക വിഷയങ്ങൾ. കേരളത്തിലെ പൊതുജനാരോഗ്യം, യാത്ര, വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങൾ. ഇനി വാർത്തകൾ കൂടുതൽ വിശദമായി. UK മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന അപ്ഡേറ്റുകളാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിലാദ്യം ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ് ചേഞ്ച്. വീട് മാറിയിട്ടും ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. DVLAയുടെ നിലവിലെ ഔദ്യോഗിക സംവിധാനം അനുസരിച്ച് നിങ്ങളുടെ ഫുൾ അല്ലെങ്കിൽ പ്രൊവിഷണൽ ലൈസൻസിലെ അഡ്രസ് ഓൺലൈനായി സൗജന്യമായി മാറ്റാം. അപേക്ഷ നൽകിയ ശേഷം പുതിയ ലൈസൻസ് സാധാരണയായി ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്ന് gov.uk വ്യക്തമാക്കുന്നു. അതിലും പ്രധാനപ്പെട്ട കാര്യം, ഡ്രൈവിംഗ് ലൈസൻസിന്റെ അഡ്രസ് മാത്രം മാറ്റിയാൽ മതിയാകില്ല. നിങ്ങളുടെ വാഹനത്തിന്റെ V5C ലോഗ് ബുക്ക്, വെഹിക്കിൾ ടാക്സ് ഡയറക്ട് ഡെബിറ്റ്, പേഴ്സണലൈസ്ഡ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് എന്നിവയും ആവശ്യമായിടത്ത് അപ്ഡേറ്റ് ചെയ്യണം. അഡ്രസ് മാറ്റിയ വിവരം DVLA അറിയിക്കാതെ ഇരുന്നാൽ 1000 പൗണ്ട് വരെ പിഴ ലഭിക്കാം. അതുകൊണ്ട് അടുത്തിടെ വീട് മാറിയിട്ടുള്ളവർ ഇന്ന് തന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. മുമ്പത്തെ പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ് മാറുന്നത് ഓൺലൈനായി ചെയ്യാം. അതിന് ഫീസ് ഇല്ല. എന്നാൽ DVLA ഇപ്പോൾ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലാക്കിയിരിക്കുകയാണ്. ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ അക്കൗണ്ട് വഴി ഡ്രൈവിംഗ് റെക്കോർഡ്, പെനാൽറ്റി പോയിന്റ്സ്, വെഹിക്കിൾ ഡീറ്റെയിൽസ്, MOT, ടാക്സ് റിമൈൻഡേഴ്സ്, ലൈസൻസ് റിന്യൂവൽ, റീപ്ലേസ്മെന്റ് ലൈസൻസ്, അഡ്രസ് ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങൾ ഒരിടത്ത് പരിശോധിക്കാനും മാനേജ് ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ അഡ്രസ് മാറുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ പോരാ. നിങ്ങളുടെ വാഹനമുണ്ടെങ്കിൽ V5C ലോഗ് ബുക്കിലും അഡ്രസ് മാറ്റണം. വെഹിക്കിൾ ടാക്സ് ഡയറക്ട് ഡെബിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യണം. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ V750, V778 രേഖകളിലെ അഡ്രസ്സും മാറ്റേണ്ടി വരും. ഇനി ഒരു പ്രധാന കാര്യം, അഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിനായി പണം ആവശ്യപ്പെടുന്ന തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ് ഒഴിവാക്കുക. DVLAയുടെ ഒഫീഷ്യൽ ഓൺലൈൻ സർവീസ് വഴി ലൈസൻസ് അഡ്രസ് ചേഞ്ചസ് ഫ്രീ ആണ്. ഷെഫ് ജോമോന്റെ ആറ്റിറ്റ്യൂഡ്. UK മലയാളികളുടെ ജീവിതയാത്ര പറയുന്ന ആത്മകഥ. UK മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ ഷെഫ് ജോമോന്റെ ആറ്റിറ്റ്യൂഡ് എന്ന ആത്മകഥ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും പ്രവാസ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും അധ്വാനവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്ന പുസ്തകമാണ്. വിദേശത്ത് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോകാനുള്ള മനോഭാവവും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കാനുള്ള യാത്രയുമാണ് പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം. ആറ്റിറ്റ്യൂഡ് എന്ന പേര് പോലെ തന്നെ ജീവിതത്തിലെ സാഹചര്യങ്ങളെക്കാൾ അവയെ നേരിടുന്ന നമ്മുടെ മനോഭാവമാണ് വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന സന്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ ഷെഫ് ജോമോൻ മുന്നോട്ട് വയ്ക്കുന്നത്. UK മലയാളികളുടെ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം നേടാൻ കഴിയുന്ന ഒരു ആത്മകഥയാണ് ആറ്റിറ്റ്യൂഡ്. ഓഗസ്റ്റ് 12 UK-യിൽ അപൂർവമായ ആകാശ കാഴ്ച. പക്ഷേ സൂര്യനെ നേരിട്ട് നോക്കരുതെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 12 ബുധനാഴ്ച UK-യുടെ മുഴുവൻ ഭാഗങ്ങളിലും പാർഷ്യൽ സോളാർ എക്ലിപ്സ്, അതായത് ഭാഗിക സൂര്യഗ്രഹണം കാണാനാകും. ചന്ദ്രൻ സൂര്യന്റെ ഒരു ഭാഗം മറയ്ക്കുന്നതിനാൽ സൂര്യന്റെ പ്രകാശം സാധാരണയേക്കാൾ കുറവായി തോന്നും. എന്നാൽ ഇതാണ് പ്രധാന അപകടവും. സൂര്യപ്രകാശം കുറവായതായി തോന്നുന്നതിനാൽ ആളുകൾക്ക് സൂര്യനെ നേരിട്ട് നോക്കാൻ തോന്നാം. എന്നാൽ അങ്ങനെ നോക്കുന്നത് കണ്ണിലെ റെറ്റീനയ്ക്ക് സ്ഥിരമായ കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ സാധാരണയായി വേദന അനുഭവപ്പെടണമെന്നില്ല. പിന്നീട് കാഴ്ചയിൽ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടാം. അതുകൊണ്ട് സാധാരണ സൺഗ്ലാസ് ഉപയോഗിച്ച് സൂര്യഗ്രഹണം നോക്കരുത്. എത്ര ഡാർക്കായ സൺഗ്ലാസസ് ആയാലും അവ എക്ലിപ്സ് വീവിങ്ങിന് ആവശ്യമായ സംരക്ഷണം നൽകിയില്ലെന്ന് UKHSA വ്യക്തമാക്കുന്നു. ഗ്രഹണം കാണുവാൻ ആഗ്രഹിക്കുന്നവർ ISO സേഫ്റ്റി സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ജെനുവിൻ എക്ലിപ്സ് ഗ്ലാസസ് അല്ലെങ്കിൽ സോളാർ വ്യൂവേഴ്സ് മാത്രം ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഫിൻഹോൾ പ്രൊജക്ടർ പോലുള്ള ഇൻഡയറക്റ്റ് വീവിംഗ് രീതികൾ ഉപയോഗിക്കാം. UKHSA പറയുന്നതനുസരിച്ച് 1999 സോളാർ എക്ലിപ്സിന് ശേഷം UK-യിൽ ഏകദേശം 70 പേർക്ക് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ ചിലർ 1 മിനിറ്റിൽ താഴെ മാത്രമാണ് സൂര്യനെ നോക്കിയിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനാൽ ഓഗസ്റ്റ് 12 ഗ്രഹണം കാണാം, പക്ഷേ സൂര്യനെ നേരിട്ട് നോക്കരുത്. ശരിയായ ഐ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചാൽ ഈ അപൂർവ കാഴ്ച സുരക്ഷിതമായി ആസ്വദിക്കാം. അടുത്ത പ്രധാന വാർത്ത UK രാഷ്ട്രീയത്തിൽ നിന്നാണ്. UK-യിൽ ഇപ്പോൾ പുതിയ സർക്കാർ എക്കണോമി, പബ്ലിക് സർവീസ്, ഹൌസിംഗ്, ഇമിഗ്രേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ പ്രധാന ചർച്ച. പ്രത്യേകിച്ച് UK മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇമിഗ്രേഷൻ, വിസ, കെയർ സെക്ടർ, NHS ജോബ്സ്,
സാലറി, ഹൌസിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പുതിയ സർക്കാരിന്റെ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന ഡ്രൈവിംഗ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് കൂടി. DVLA ഇപ്പോൾ കൂടുതൽ സേവനങ്ങൾ ഡിജിറ്റലാക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് റീപ്ലേസ്മെന്റ്, അഡ്രസ് ചേഞ്ച്, പേപ്പർ ലൈസൻസിൽ നിന്ന് ഫോട്ടോ കാർഡിലേക്ക് മാറൽ തുടങ്ങിയ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റൽ രീതിയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. DVLAയുടെ 2025-26 ബിസിനസ് പ്ലാനിലും ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള പുതിയ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ UK താമസിക്കുന്നവർക്ക് ഇനി ഡ്രൈവിംഗ് റിലേറ്റഡ് കാര്യങ്ങൾക്കായി പേപ്പർ ഫോംസ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഓൺലൈൻ സർവീസ് ഉപയോഗിക്കുന്നത് കൂടുതൽ എളുപ്പമാവുകയാണ്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഇപ്പോൾ മഴക്കാലവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ മുന്നറിയിപ്പുകളും യാത്രാ സാഹചര്യങ്ങളും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് മഴ ശക്തമാകുന്ന ദിവസങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പ്രാദേശിക വെതർ അലർട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, യാത്രാ സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ പുതിയ സർക്കാർ തീരുമാനങ്ങളും UK മലയാളികൾ നാട്ടിലുള്ള കുടുംബങ്ങളെ ബാധിക്കുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കാലാവസ്ഥയിലേക്ക്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിലും പ്രത്യേകിച്ച് ലണ്ടനിലും വീണ്ടും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 9 ലണ്ടനിൽ പരമാവധി ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ദിവസങ്ങളിൽ ചെറിയ കുറവുണ്ടായ ശേഷം ബുധനാഴ്ച വീണ്ടും ചൂടുയരും. വളരെ ചൂടുള്ള കാലാവസ്ഥയും ഇടയ്ക്കിടെ വെയിലും അനുഭവപ്പെടും. അതിനാൽ ശരീരത്തിൽ ജലാംശം കുറയാനും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ലണ്ടനിലെ താപനില ഇന്ന് ഞായർ 32 ഡിഗ്രി സെൽഷ്യസ്, തിങ്കൾ 27 ഡിഗ്രി സെൽഷ്യസ്, ചൊവ്വ 26 ഡിഗ്രി സെൽഷ്യസ്, ബുധൻ 30 ഡിഗ്രി സെൽഷ്യസ്, വ്യാഴം ഏകദേശം 35 ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും ചൂടുള്ള ദിവസം, വെള്ളി 31 ഡിഗ്രി സെൽഷ്യസ്, ശനി 27 ഡിഗ്രി സെൽഷ്യസ്. പ്രധാനമായി അടുത്ത ആഴ്ച UKയിലെ ചില ഭാഗങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് സെൻട്രൽ ആൻഡ് സൗത്തേൺ ഇംഗ്ലണ്ട് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് ബുധൻ മുതൽ വെള്ളി കാലയളവിലാണ് ലണ്ടനിൽ വീണ്ടും കനത്ത ചൂട് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച 35 ഡിഗ്രി സെൽഷ്യസിന് സമീപം എത്താനും സാധ്യതയുള്ളതിനാൽ പുറത്തുള്ള ജോലി ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ വാർത്തകളിൽ നിന്ന് UK മലയാളികൾ പ്രത്യേകം ഓർക്കേണ്ടത് എന്തൊക്കെയാണ്? വീട് മാറിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുക. ലൈസൻസ് മാത്രമല്ല V5C ലോ ബുക്കിലും അപ്ഡേറ്റ് ചെയ്യുക. അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒഫീഷ്യൽ gov.uk സർവീസ് വഴി സൗജന്യമാണ്. അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാതെ ഇരുന്നാൽ £1000 വരെ പിഴ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. UKയിലെ പുതിയ സർക്കാരിന്റെ ഇമിഗ്രേഷൻ, എക്കണോമി, NHS, ഹൌസിംഗ്, കെയർ സെക്ടർ പോളിസീസ് വരും ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. UK മലയാളികൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന വാർത്തകൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഇമിഗ്രേഷൻ, PR, വിസ, ജോബ്സ്, NHS, സാലറി, ഹൌസിംഗ്, എക്കണോമി എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ ഞങ്ങളോടൊപ്പം തുടരുക. വീട് മാറിയവർ ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ് ഉടൻ പരിശോധിക്കുക. UKയിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും വരാനിരിക്കുന്ന നയങ്ങളും ശ്രദ്ധിക്കുക. കേരളത്തിലെ കാലാവസ്ഥയും പ്രാദേശിക മുന്നറിയിപ്പുകളും അവഗണിക്കരുത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.